ഓൾ എല്ലാവർക്കും അത്തംദിന ആശംസകൾ. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സ്പെഷ്യൽ പായസം തയ്യാറാക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. അതിനായി ഒരു കുക്കറിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വെള്ളം തിളച്ച് തുടങ്ങുന്നുണ്ട്. നമുക്ക് അരി വേണമെങ്കിൽ തേങ്ങയുടെ 3-ാം പാലിലും വേവിച്ചെടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം. നമ്മൾ അരി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഒരു വലിയ സ്റ്റീമും 3 ചെറിയ സ്റ്റീമും വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ അരി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം. ഒരു തേങ്ങയാണ് ചിരകി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ എടുത്തു തുടങ്ങാം. ഇത് നമ്മൾ 3-ാം പാല് തയ്യാറാക്കി വെച്ചതാണ്. ഇത് 2-ാം പാല്, ഇത് 1-ാം പാല്. ഇനി നമുക്ക് പായസം തയ്യാറാക്കി തുടങ്ങാം. നമ്മൾ ആദ്യം 3-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ 3-ാം പാല് ചേർത്തി നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്താം. 6 ശർക്കരയാണ് ചേർക്കുന്നത്. ഏകദേശം 1/2 കിലോ ശർക്കരയാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. ശർക്കര ഒന്ന് അലിഞ്ഞ് വരട്ടെ. ഇപ്പോൾ ശർക്കര അലിഞ്ഞ് തുടങ്ങുന്നുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ശർക്കര നല്ലപോലെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 2-ാം പാല് ചേർത്താണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ശർക്കര അലിയിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ 2-ാം പാൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. 2-ാം പാൽ ചേർത്തിയ ശേഷം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1-ാം പാൽ ചേർത്താം. 1-ാം പാൽ ചേർത്തിയ ശേഷം അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് സൈഡ് തിളയ്ക്കാൻ തുടങ്ങിയതും നമുക്ക് ഓഫാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ 1-ാം പാൽ ചേർത്തി ഒന്ന് തിളച്ച് തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അതിനുശേഷം നമുക്ക് മുന്തിരിയും അണ്ടിപ്പരിപ്പും വറുത്തിടാം. ഇപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 5 ഏലയ്ക്ക 1 സ്പൂൺ പഞ്ചസാര ചേർത്തി പൊടിച്ചെടുത്തതാണ്. നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിയിട്ടുണ്ട്. ഇനി നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. തേങ്ങാക്കൊത്ത് ചേർത്താം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കാഷ്യൂ ചേർത്താം. ഇതിലേക്ക് മുന്തിരി കൂടി ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വീട്ടിലുള്ള ചുരുങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പായസമാണ് ഇത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പായസത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 മിനിറ്റ് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും അത്തംദിന ആശംസകൾ.